ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സുഹൃത്തുക്കുട്ടികളെ, ലോസ്റ്റ് ബുള്ളറ്റ് എന്ന സിനിമയുടെ 3ാം ഭാഗമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ 2 സിനിമകളും വളരെ ത്രില്ലിങ്ങും അടിപൊളി ആക്ഷനുമായിരുന്നു. തീർച്ചയായിട്ടും അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ മുകളിലായിട്ടും താഴെയായിട്ടും അതിന്റെ ലിങ്ക് കൊടുക്കാം, കണ്ടിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ മനസ്സിലാവുള്ളൂ. ഇനി ഇന്റർവെല്ലിന് കയറി കാണുന്ന സ്വഭാവമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്ന് കണ്ടോളൂ. മൊത്തം വെടിയും പോകുകയായി ഒരു രസമായിട്ട് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ലാസ്റ്റ് ബുള്ളറ്റ് എന്ന ഫ്രഞ്ച് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ജർമ്മനിയിലെ ഏതോ ഒരു മരപ്പേട്ട, അവിടെയുണ്ടൊരു ഗുണ്ട് പെരിയപ്പ. ഈ പെരിയപ്പ ചോറിസ് ചോറിസ് എന്ന് വിളിച്ചുകൊണ്ട് ആരുടെയോ അടുത്തേക്ക് പോവാ. നോക്കുമ്പോ അത് നമ്മുടെ അരൻസ്കിയാണ്, ചോറിസ് അല്ല. സോ അരൻസ്കി മറ്റൊരു പേരിൽ ഇപ്പൊ ജർമ്മനിയിൽ ഒളിച്ച് താമസിക്കുകയാണ്. അരൻസ്കി ആരാണെന്ന് മനസ്സിലായില്ലേ? ഹീറോയുടെ കൂട്ടുകാരൻ ചറാസിനെ വെടിവെച്ച് കൊന്ന് നാട് വിട്ട ആ പോലീസുകാരൻ. അയാളിപ്പോ ജർമ്മനിയിൽ ഒളിച്ചു കഴിയാണ്. പുള്ളിക്കാരൻ ഈ പെരിയപ്പ കണ്ടിട്ട് ഇന്ന് വൈകുന്നേരം നീ ഹെർമാനെ ചെന്ന് കാണണമെന്ന് പറയും. ഒളിച്ചു കഴിയുമ്പോഴും ചില ജോലികൾ നീ ചെയ്യേണ്ടതുണ്ട് എന്നാ പെരിയപ്പ പറയും. ശരിയെന്നും പറഞ്ഞ് അരൻസ്കി ഈ മരപ്പേട്ടയിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീയെ ചെന്ന് കാണുന്നുണ്ട്. അത് അരൻസ്കിയുടെ ആ നാട്ടിലെ ലൈനാന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് അരൻസ്കി പറയും, ഇന്ന് വൈകുന്നേരം എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, ഞാൻ വൈകി എത്തുള്ളൂ. ഇതും പറഞ്ഞവൻ ബൈക്കെടുത്ത് കാടിന് നടുവിലുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോവാം. അവിടെ ഒരു കാറും 3-4 ബൈക്കുകളും ഉണ്ട്. ഒപ്പം ഗുണ്ടകളെപ്പോലെ കുറച്ചധികം ആൾക്കാർ. അരൻസ്കി ചെന്ന് പെരിയപ്പയെ കാണുന്നു. പെരിയപ്പ അവരെത്താൻ സമയമായി എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ഒരു ബെൻസ് കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ബെൻസ് കാറിൽ നിന്ന് 2 മുട്ടകൾ കുറേയധികം ബാഗുകൾ എടുത്ത് പുറത്തേക്കിടും. അപ്പൊ അരൻസ്കി ഇത് പതിവിലും കൂടുതലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ മുട്ടച്ചേട്ടൻ പറയും, കമാൻഡർ ഇപ്പോൾ ഡെലിവറി കൂട്ടിയിട്ടുണ്ട്, കുറച്ചധികം കുഴപ്പങ്ങളാണ് അവിടെ, അതുകൊണ്ടാണെന്ന് പറയും. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റൗഡി ചെക്കന്മാര് അരൻസ്കിയുടെ ബൈക്ക് കണ്ട് നല്ല ബൈക്കാണല്ലോ എന്ന് പറഞ്ഞ് അത് ഞോണ്ടിക്കൊണ്ടിരിക്കുക. ഈ നേരത്ത് അരൻസ്കി ആ മുട്ടയോട് ചോദിക്കും, എന്താണ് കുഴപ്പമെന്ന്. അയാള് പറയും, മാർക്കോ കൊല്ലപ്പെട്ടു, കമാൻഡർ അതിന്റെ ദേഷ്യത്തിലാണെന്ന്. ഇതും പറഞ്ഞ് പുള്ളിക്കാരൻ അവരെ കാർ എടുത്തോണ്ട് പോകുന്നു. അത് കഴിയുമ്പോൾ ഇവർക്ക് കൊടുത്ത ഓരോ ഡെലിവറി പാക്കേജുകളും ഓരോ ബൈക്കുകാരന്മാരായിട്ട് എടുത്തോണ്ട് പോവാണ്. അരൻസ്കി ആയിരിക്കും ആദ്യമേ പോകുന്നത്. അവൻ നേരത്തെ ഇത് ഡെലിവറി ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബൈക്കിന്റെ ബ്രേക്ക് പിടിക്കുന്നില്ല എന്നുള്ളത് അരൻസ്കി മനസ്സിലാക്കുക. അവനെ കൊണ്ട് ബൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പൊടുന്നനെ ഈ ബൈക്ക് സ്കിഡായി അരൻസ്കി നിലത്തേക്ക് തെറിച്ചു വീഴുന്നു. തെറിച്ചു വീണ ആൾ എഴുന്നേറ്റ് വന്ന് ബൈക്കിന് എന്താണ് പറ്റിയെന്ന് പരിശോധിക്കുമ്പോഴാണ് ആ റൗഡി ചെക്കന്മാര് തന്റെ ബ്രേക്ക് കേബിള് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന അരൻസ്കി മനസ്സിലാക്കുക. സോ അവന്മാര് പുറകെ തന്നെ വരുന്നുണ്ടെന്ന് അരൻസ്കിക്ക് അറിയാം. അവന്റെ ബാഗ് നിലത്തിട്ട് കാടിനകത്ത് പോയി ഒളിച്ചിരിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ ബാക്കിയുള്ള റൗഡികൾ അവരുടെ ബൈക്കുമായി ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവര് പരിശോധിക്കുമ്പോൾ ബാഗ് മാത്രമേ കാണുന്നുള്ളൂ, അരൻസ്കിയെ കാണുന്നില്ല. ഇവിടെ അടുത്തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇവര് പിരിഞ്ഞ് കാടിനകത്ത് പരിശോധിക്കുകയാണ്. ഈ നേരത്ത് അരൻസ്കി റോഡിലേക്ക് ഓടി വന്ന് ഈ റൗഡികളിൽ ഒരാളുടെ ബൈക്കും എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവും. ഈ റൗഡികൾ അവരുടെ ബൈക്കുമായി പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. അരൻസ്കി അതിവേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവന്മാർ അടുത്തെത്തിക്കഴിഞ്ഞു. അവരുടെ കയ്യിൽ തോക്കുമുണ്ട്. അതിലൊരുത്തനെ അരൻസ്കി റോഡിൽ നിന്ന് ചവിട്ടി തെറിപ്പിക്കും. അവന്റെ വണ്ടി മരത്തിലിടിച്ച് ആകാശത്തേക്ക് പറന്ന് പൊട്ടിത്തെറിക്കുക. നല്ല സീനാണ് കാണാൻ. ഇതിലെ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് പണം അവർ മുടക്കിയിട്ടുള്ളൂ. തിരിച്ചു കിട്ടുമെന്ന് അറിയാത്തോണ്ടാവും. പക്ഷെ അത് ഹിറ്റായി നിറഞ്ഞപ്പം സെക്കൻഡും തേർഡിനും നല്ല ബഡ്ജറ്റ് മുടക്കിയിട്ടുണ്ട്. മണി ഹിസ്റ്റ് പോലെ. ഇനി അടുത്തൊരു ബൈക്ക് അവൻ ഫോളോ ചെയ്ത് വരവേ അരൻസ്കി സൈഡ് കൊടുക്കാതെ അവൻ എതിരെ വരിക. സോ ഈ റൗഡിക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. ഒരു വാനിന് പുറകെ ചെന്ന് അവൻ ഇടിച്ചു പൊട്ടിത്തെറിക്കും. അങ്ങനെ പുറകെ വന്നവരെല്ലാം സൈഡാക്കി അരൻസ്കി അവന്റെ ആ പുതിയ കാമുകിയുടെ വീട്ടിലേക്ക് വരാണ്. വന്ന ഉടനെ തന്റെ ബാഗെല്ലാം കെട്ടിപ്പുറക്കി ഒരു തോക്കും എടുത്ത്, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ, കുറച്ചു പേര് എന്റെ പുറകെ വരുന്നുണ്ട്, നീയും ഈ നാട്ടിൽ നിൽക്കണ്ട, അത് നമുക്ക് സേഫ് അല്ല എന്ന് പറയും. ഈ പെണ്ണിനൊന്നും മനസ്സിലാവില്ല. അവൾ ഇവന്റെ സാധനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവന്റെ പേര് ജോറിസ് അല്ല, അരൻസ്കിയാണ്. മറ്റൊരു പെണ്ണിന്റെ പാസ്പോർട്ടും കൂടെ അവന്റെ കയ്യിലുണ്ട്. കുറെ അധികം പണമുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എവിടുന്ന് കിട്ടി? സത്യം പറ, നീ ആരാണെന്ന് അവൾ ചോദിക്കുക. അവൻ കൂടുതലൊന്നും പറയല്ലേ മത്തിൽഡ, എനിക്കിവിടെ വിട്ടു പോകണം, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, നീയും എങ്ങോട്ടെങ്കിലും പോയേക്ക്. ഇത് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ള കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ നേരത്ത് ഈ കാമുകി മത്തിൽഡ അരൻസ്കിയുടെ 2ാമത്തെ ബാഗ് കൂടെ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ പെട്ടെന്ന് അരൻസ്കി ആ ബാഗ് എടുക്കരുത്, അത് ആപത്താണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലാന്നും പറഞ്ഞ് ബാഗ് എടുത്ത് ഇറങ്ങാൻ നേരം ആ പെരിയപ്പയും 2 റൗഡികളും ഇവരുടെ വീട്ടിലേക്ക് കയറി വരുന്നു. അവരുടെ കയ്യിൽ തോക്കുണ്ട്. അപ്പൊ മത്തിൽഡ ഇതൊക്കെ ആരാണെന്ന് ചോദിക്കുക. അതിന് ആ പെരിയപ്പ പറയും, മത്തിൽഡ, നീ വിചാരിക്കുന്നത് പോലെ ഇവൻ ചോറിസ് അല്ല, ഇവനൊരു ഫ്രഞ്ച് പോലീസുകാരനാ, അവിടുന്ന് ഒരാളെ കൊന്നിട്ട് ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുകയായിരുന്നു, നിന്നെ അവൻ പറഞ്ഞു പറ്റിച്ചതാ. അത് കേട്ട് അരൻസ്കി പറയും, അവളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക്, നിങ്ങൾക്ക് എന്നെയല്ല വേണ്ടത്, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, എന്താണ് ആവശ്യം? ഇത് കേട്ട് പെരിയപ്പ പറയും, എനിക്ക് നിന്റെ ആവശ്യമില്ല, ആവശ്യം തീർന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ തീർക്കാൻ വന്നത്. കാരണം കമാൻഡർക്ക് എതിരായ ഒരു സാക്ഷി ഉണ്ടാവാൻ പാടില്ലെന്ന്
അദ്ദേഹം നിർബന്ധം പിടിക്കുന്നു. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ആ പെരിയപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മത്തിൽഡ അവളുടനെ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നു. ഇത് കണ്ട ഉടനെ പെരിയപ്പ അവളുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്യും. സ്പോട്ടിൽ തന്നെ പെണ്ണ് മരിച്ചു. അത് കഴിഞ്ഞ് റൗഡികൾ പണം എവിടെയാണ് വെച്ചിരിക്കണമെന്ന് ചോദിക്കും. അരൻസ്കി അവന്റെ കബേർഡ് കാണിച്ചു കൊടുക്കുക. ഈ റൗഡികൾ ചെന്ന് കബേർഡിനകത്തുള്ള ബാഗ് വലിച്ചു പുറത്തേക്ക് എടുക്കുന്നു. പുറത്തെടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് പണമൊന്നുമില്ല, കുറെ അധികം ആയുധങ്ങളും ഒപ്പം ട്രിഗർ ലൂസായ ഗ്രനേഡും കിടപ്പുണ്ടാവും. അടുത്ത നിമിഷം ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴേക്കും അരൻസ്കി അടുത്തുള്ള ടബിലേക്ക് ചാടി വീണു. അതുകൊണ്ട് അവന് പരിക്കൊന്നും പറ്റിയില്ല. ഈ റൗഡികളെല്ലാം 4 ഭാഗത്തേക്കും തെറിച്ചു വീഴാം. അത് കഴിഞ്ഞ് അരൻസ്കി എഴുന്നേറ്റ് വരുമ്പോൾ ഈ പെരിയപ്പ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അരൻസ്കി കൂടുള്ള ഒരുത്തനെ കുത്തി വീഴ്ത്തിയിട്ട് ഈ പെരിയപ്പയെ തോക്കുമുനയിൽ നിർത്തി അവരെ കമാൻഡർക്ക് ഫോൺ ചെയ്യാൻ പറയും. എന്നിട്ട് അരൻസ്കിയെ ഈ പെരിയപ്പയും പിള്ളേരും ചേർന്ന് കൊന്നുകഴിഞ്ഞു, ബാക്കിയുള്ള പണം വേണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ പറയും. അയാളും അതുപോലെ തന്നെ ചോദിക്കുന്നു. കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അരൻസ്കി, നീ ഇപ്പോൾ കമാൻഡറോട് നുണയാണ് പറഞ്ഞിട്ടുള്ളത്, അത് കമാൻഡർ അറിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. സോ ഇവിടെ നിന്ന് കിട്ടിയ പണവുമായി ഏതെങ്കിലും നാട്ടിലേക്ക് ഓടിയേക്ക്, ഇനി അയാളുടെ കണ്ണി പെടണ്ടെന്നും പറഞ്ഞ് അരൻസ്കി അയാൾ അവിടുന്ന് ഓടിച്ചു വിടാണ്. സംഭവം ആ പെരിയപ്പനെ കൊന്നുകഴിഞ്ഞാൽ കമാൻഡർക്ക് സംശയമാവുമല്ലോ. അരൻസ്കി രക്ഷപ്പെട്ടത് അയാൾ അറിയാൻ പാടില്ലെന്ന് അവന് നിർബന്ധമുണ്ട്. ഇത് കഴിഞ്ഞ് ആ വീട് മൊത്തം കത്തിച്ച് അരൻസ്കി ആ നാട്ടിൽ നിന്ന് പുറപ്പെടുക. ഈ സമയത്ത് സ്പെയിനിലെ പോലീസുകാർ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് ഒരു കാറും മറ്റൊരു ഹെലികോപ്റ്ററും വരുന്നുണ്ട്. ഈ ഹെലികോപ്റ്ററിനകത്ത് നിന്ന് ഇറങ്ങുന്ന ആളാണ് ഈ കഥയിലെ പ്രധാന വില്ലൻ. അതായത് ആ നാർക്കോട്ടിക്സിന്റെ ഹെഡ് കമാൻഡർ റസ് വൈറ്റ് ഡാഡി ഫ്രഞ്ച് പോലീസാണല്ലോ. ഇപ്പൊ ഫ്രഞ്ച് പോലീസും സ്പെയിൻ പോലീസുകാരും തമ്മിൽ ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുക. സംഭവം ഫ്രഞ്ച് പോലീസുകാരുടെ കയ്യിലാണ് അൽവാറോ എന്ന സ്പെയിൻകാരൻ പോലീസ്. അവൻ ഫ്രഞ്ചിലേക്ക് കടന്നിരുന്നല്ലോ, അതുകൊണ്ട് ഫ്രഞ്ചുകാർ അവനെ അറസ്റ്റ് ചെയ്തു. ഇനി സ്പെയിൻകാരുടെ കയ്യിലുള്ളത് ആരെന്നറിയോ? നമ്മുടെ ഹീറോ സെക്കൻഡ് പാർട്ടില് അവസാനം ഒരു കോഫി ഷോപ്പിലുണ്ടായിരുന്നില്ലേ, അത് സ്പെയിനാണ്. സോ സ്പെയിൻ പോലീസുകാർ ഹീറോയെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇവര് തമ്മിൽ ധാരണയായി ഈ 2 തടവുകാരെയും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കും. അതിനാണ് ഈ കൂടിക്കാഴ്ച. സ്പെയിൻകാർ ഹീറോയെ കൊടുക്കുന്നു, കമാൻഡർ അൽവാറോയെ തിരിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവരെല്ലാം പോകും. ഇപ്പോ കമാൻഡറുടെ കയ്യിലാണ് നമ്മുടെ ഹീറോയെ കണ്ടുടനെ കമാൻഡർ, നീ ആള് ഭയങ്കരനാണെന്ന് കേട്ടല്ലോ, മാർക്കോ നിന്നെ 2 തവണ കുത്തിയിട്ടും നീ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു, വലിയ പോരാളി തന്നെ, നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നോക്കട്ടെ. അതിന് ഹീറോ പറയും, എന്നെക്കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല റസ്, നിങ്ങൾ എന്തിനാണോ എന്നെ തിരിച്ചു വാങ്ങിച്ചത് അത് ചെയ്തോളൂ, എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിലെ വില്ലന്റെ ഗുണ്ട ഹീറോക്കിട്ടൊരു ഇടി കൊടുക്കും. അത് കഴിഞ്ഞ് വില്ലൻ പറയാ, ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല തിരിച്ചു വാങ്ങിച്ചത്, സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള ധാരണയ്ക്ക് വേണ്ടി മാത്രമാണ്, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല കിളുന്ത് പയ്യ. ഇതും പറഞ്ഞ് വില്ലൻ ആരെയോ ഫോൺ ചെയ്യാണ്. ആ സമയത്ത് ഇവിടെ സ്പെയിനില് അവന്റെ പോലീസുകാരോട് ദേഷ്യപ്പെടും. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തിനാ ഹീറോയെ വിട്ടുകൊടുത്ത്? ഹീറോയെ അവന്മാര് കൊന്നുകളയില്ലേ? അവനുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു മുതൽക്കൂട്ടാണ്. അത് കേട്ട് അൽവാറോയുടെ ക്യാപ്റ്റൻ പറയും, നിന്നെ തിരിച്ചു കിട്ടാൻ ഞങ്ങൾക്ക് ഈ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പ്രധാന സസ്പെക്ട് കമാൻഡർ റസ്സാണ്. റസ്സിന്റെ ചെയ്തികൾ നീ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ സാക്ഷ്യം മാത്രം മതി നമുക്ക് അവനെ പൊക്കാൻ. നമ്മൾ അതാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോണെന്നും പറഞ്ഞ് ഇവര് കാർ ഓടിച്ചു പോവാ. അതായത് അൽവാറോ വില്ലനെതിരെ സാക്ഷി പറയാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ വില്ലൻ അൽവാറോയെ വെറുതെ വിടോ? അപ്പൊ അത് തന്നെ സംഭവിക്കും. എതിരെ വരുന്നൊരു കണ്ടെയ്നർ ലോറി ഇവരെ കാറിനെ ഇടിച്ചു മറിക്കും. ആ ലോറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. അതാരാണെന്നറിയോ? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ച ആ പോലീസ് ക്യാപ്റ്റൻ, വില്ലന്റെ ആളായ ആ പോലീസ് ക്യാപ്റ്റൻ വിണ്ടുമോറൻ. അയാൾക്ക് വലിയ ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ മരിച്ചിട്ടില്ല. പുള്ളിക്കാരൻ ഇറങ്ങി വന്ന് അൽവാറോടെ ബാക്കിയുള്ള ജീവൻ കൂടെ എടുക്കും. എന്നിട്ട് ഇവര് അതൊരു ആക്സിഡന്റ് ആക്കി വരുത്തി തീർക്കാൻ വേണ്ടി ഒരു കുടിയനെ പിടിച്ച് ഈ ട്രക്കിനകത്ത് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് ഇയാൾ കമാൻഡറൊക്കെ വിളിച്ച് അൽവാറോയെ ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ കമാൻഡർ എന്നാ തിരിച്ചു വന്നോളൂ എന്നും പറഞ്ഞിട്ട് ഹീറോയോട്, നിന്നെ സേഫായി ഈ നാട്ടിൽ എത്തിക്കേണ്ടത് ഗവൺമെന്റ് റൂളാ, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇപ്പൊ വെറുതെ വിടുന്നു. ഇനി എന്റെ വഴിയിൽ നീ കുറുകെ വന്നാൽ പിന്നെ നമ്മൾ സംസാരിക്കില്ല, എൻജോയ് യുവർ ഫ്രീഡം എന്നും പറഞ്ഞ് വില്ലൻ അവിടുന്ന് അവന്റെ ഹെലികോപ്റ്റർ എടുത്ത് പറന്നുപോകും. ഈ സമയത്ത് ഹീറോയുടെയൊക്കെ ഒരു ക്യാപ്റ്റനല്ലേ ലേഡി പോലീസ്, അവർ ഈ കമാൻഡർ റസ്സിനെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വലിയ ഓഫീസർമാരോട് അറിയിക്കുന്നുണ്ട്. മുഴുവൻ തെളിയിക്കാൻ വേണ്ടി കുറച്ചുകൂടെ സമയം വേണമെന്ന് പറയും. അപ്പൊ ആ ഓഫീസർമാര്, നിങ്ങൾക്ക് ഇത്രയും സമയം തന്നിട്ടും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു വിറ്റ്നസ് കയ്യിലുണ്ടെന്നും പറഞ്ഞ് അവനെ കൊന്നും കളഞ്ഞു. ഇനി ഈ ഇല്ലീഗലായിട്ടുള്ള ഓപ്പറേഷൻസ് ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല. 1 മാസത്തിൽ ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ തന്നില്ലെങ്കിൽ റിസൈൻ ചെയ്ത് പൊക്കോളൂ എന്നും പറഞ്ഞ് വലിയ ഓഫീസർമാര് ക്യാപ്റ്റന് താക്കീത് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് അവരെ ഡിസ്മിസ് ചെയ്യാൻ പോവാ. ഈ നേരത്താണ് അരൻസ്കി ഫ്രാൻസിലേക്ക് വരുന്നത്. എന്നിട്ട് ചറാസിന്റെ കാറിൽ നിന്ന് അവസാനം കിട്ടിയ ലോക്കറ്റ് അത് ആ ഗ്യാരേജിൽ നിന്ന് വാങ്ങിക്കുന്നു. ഈ സീനാണ് നമ്മൾ കഴിഞ്ഞ പടത്തിൽ അവസാനമായിട്ട് കണ്ടത്. സോ ഇത്രയും വിഷയങ്ങൾ കഴിഞ്ഞിട്ടാണ് അരൻസ്കി ഫ്രാൻസിലേക്ക് വന്നിരിക്കുന്നത്. ഈ സമയത്ത് തിരിച്ചെത്തിയ ഹീറോ
ജൂലിയെ വന്ന് കാണുന്നു. ജൂലിയ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. അവര് കുശലമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോ ചെറാസിന്റെ കാറും ബാക്കിയുള്ള കാറുകളും ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കും. അത് നമ്മുടെ ഗ്യാരേജിലുണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് ജൂലിയ പറയുന്നുണ്ട്. അപ്പൊ ഹീറോ സ്റ്റെല്ലയോട് എന്തായാലും ഞാൻ തിരിച്ചു വന്ന കാര്യം പറയണ്ട, അവൾക്ക് വിഷമാവുകയുള്ളൂ, അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ജൂലിയ ചോദിക്കും, നീ എന്താ ചെയ്യാൻ പോണേന്ന്. എനിക്ക് സ്പെയിനിലൊരു ജോലിയുണ്ട്, ഞാൻ എന്തായാലും കുറച്ചു നാളിൽ അങ്ങോട്ട് തിരിച്ചു പോകുകയാണെന്ന് ഹീറോ പറയും. അപ്പൊ ജൂലിയ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, കുറച്ചു നാൾ വേണമെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ താമസിക്കാം, വീട് വൃത്തികേടാക്കരുത് ദയവേത് എന്നും പറഞ്ഞ് അവൾ കീ കൊടുത്തിട്ട് പോകും. ഹീറോ ചെന്ന് ജൂലിയയുടെ വീട് നോക്കുമ്പോൾ ഇനി അവിടെ വൃത്തികേടാക്കാനുള്ള സ്ഥലം ബാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മൂലയ്ക്ക് വെറുതെ ഇരിക്കുകയാണ്. കട്ട് ചെയ്താൽ നമ്മുടെ അരൻസ്കി അവൻ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് അവന്റെ കാറും കൊണ്ടുവന്ന് അവിടെ ഒളിച്ചു താമസിക്കുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ജൂലിയയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവളുടെ വീടൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങും. അപ്പോഴാണ് ചെറാസിന്റെ പഴയ കേസ് ഫയലുകളൊക്കെ കാണുന്നത്. അതിൽ ആ മാർക്കോ സാക്ഷ്യം പറഞ്ഞതുണ്ടാവും. ശരിക്കും മാർക്കോയും അരൻസ്കിയും കമാൻഡർക്ക് വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതറിയാതെയായിരുന്നു, അതായത് ഇവരെല്ലാം കൂടി ഡ്രഗ് കടത്തുന്നുണ്ട് എന്നറിയാതെയായിരുന്നു ചെറാസ് മാർക്കോനെയും അരൻസ്കിനെയും അങ്ങേരെ ടീമിലേക്ക് ചേർത്തത്. കമാൻഡർ ആദ്യമേ തന്നെ ചെറാസിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു. അപ്പൊ അരൻസ്കി ഇടപെട്ട് ചെറാസിനെ കൊല്ലേണ്ട ആവശ്യമില്ല, അങ്ങേരെ ഈ ആന്റി ഡ്രഗ് സ്ക്വാഡിന് ഒരു 10% ഡ്രഗ് മാറ്റി കൊടുത്താൽ മതി, ഞങ്ങൾ എന്തായാലും ആ ടീമിലുള്ളതുകൊണ്ട് എവിടേക്കാണ് ഓപ്പറേഷൻ നടക്കണേന്ന് പറഞ്ഞുതരാം, അതില്ലാത്ത സ്ഥലങ്ങളിലൂടെ ബാക്കിയുള്ള 90% നിങ്ങൾക്ക് കടത്താലോ, അപ്പൊ ടീമിനും സന്തോഷമാവും നിങ്ങൾക്കും സന്തോഷമാവും, ചെറാസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് അരൻസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കമാൻഡർ എങ്ങാനും ചെറാസ് ഇത് കണ്ടുപിടിച്ചാൽ അവന്റെ കഥ തീർക്കേണ്ടത് നിന്റെ കടമയാണെന്ന് നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് വേറെ വഴിയില്ലാതെ ചെറാസ് ഈ വിവരം അറിഞ്ഞ ഉടനെ അരൻസ്കിക്ക് അങ്ങേരെ കൊല്ലേണ്ടി വന്നത്. ഇതാണ് ഹിസ്റ്ററി. അരൻസ്കിക്ക് യഥാർത്ഥത്തിൽ ചെറാസിനോട് വൈരാഗ്യമൊന്നുമില്ലായിരുന്നു. ഈവൻ ചെറാസ് കയ്യിൽ കൊണ്ട് നടന്നിരുന്ന ആ കീ ലോക്കറ്റ് പോലും അരൻസ്കി അയാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതായിരുന്നു. എന്തായാലും ഇപ്പൊ അരൻസ്കി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ തന്റെ വാനിൽ കുട്ടികൾ ഇരിക്കാൻ പറ്റുന്ന സീറ്റൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് വൈകുന്നേരം അവന്റെ പഴയ ഭാര്യയെ സ്റ്റെല്ലയെ വിളിക്കുന്നു. ഫോൺ കട്ട് ചെയ്യരുത്, എനിക്ക് ഉറപ്പായിട്ടും നിന്നെ കാണണം, സംസാരിക്കണമെന്ന് പറയും. ഈ നേരത്ത് നമ്മുടെ വില്ലനാണെങ്കിൽ പോലീസിലെ ഏറ്റവും വലിയ ചീഫ് ആവാനുള്ള നോമിനേഷനിൽ നിൽക്കുക. അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ പോലീസ് അമ്മൂമ്മയും തയ്യാറാണ്. എന്നാൽ ഈ വില്ലനെതിരെ ചില ആരോപണങ്ങൾ വന്നിട്ടില്ലേ, അതും കൂടെ ക്ലിയർ ആവണമെന്ന് ആ അമ്മൂമ്മ പറയും. അതിലും പ്രത്യേകിച്ച് നമ്മുടെ വിൻഡ്മോറൻ ചില കേസിൽ പ്രധാന സാക്ഷിയായിട്ട് വന്നിട്ടുണ്ട്. അയാളിപ്പോൾ സസ്പെൻഷനില്ല. അയാളെ കൂടെ വെച്ചാൽ ഈ ആരോപണങ്ങൾ സത്യമാണെന്ന് ജനം വിചാരിക്കും. അതുകൊണ്ട് പുള്ളിയെ മാറ്റി നിർത്തണമെന്ന് പോലീസ് അമ്മൂമ്മ പറയാം. അത് കേട്ട ചീഫ് പറയും, അവനിപ്പോൾ എൻ്റെ ടീമിലില്ല, എപ്പോഴേ അവനെ ഒഴിവാക്കിയതാണെന്ന്. അത് കഴിഞ്ഞ് വിൻഡ്മോറിനെ കണ്ട്, നീ ഇനി എന്നെ കാണാൻ വരരുത്, ആൾക്കാരെങ്ങാനും നമ്മൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതെന്റെ സ്ഥാനത്തെ ബാധിക്കും, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് വില്ലൻ പറയും. അത് കേട്ട വിൻഡ്മോറൻ സർ അരൻസ്കിയെ കൊന്നു എന്ന് പറഞ്ഞ ജർമ്മൻകാരൻ അത് കഴിഞ്ഞ് നാട് വിട്ടു പോയിട്ടുണ്ട്. അതിലെന്തോ സംശയമുള്ളതുപോലെ. ഒരുപക്ഷെ അരൻസ്കി ജീവനോടുണ്ടെങ്കിലോ, ഞാൻ അവനെ ഫോളോ ചെയ്യട്ടെ എന്ന് ഈ ക്യാപ്റ്റൻ വിൻഡ്മോറൻ ചോദിക്കുക. അപ്പൊ വില്ലന് കൂടെ ഒരു കണ്ണട വെച്ച അഡ്വൈസറുണ്ട്. അയാൾ പറയും, ജർമ്മൻകാർ ചതിക്കൊന്നുമില്ല, ഒരുപാട് നാളായിട്ട് ജോലി ചെയ്യുന്നതല്ലേ, നുണ പറഞ്ഞാൽ തല കൊയ്യൂന്ന് അവന്മാർക്കറിയാം. അത് കേട്ട വില്ലൻ പറയും, അരൻസ്കി മരിച്ചു, അവർ കൊന്നു, അതാണ് സത്യം, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, കുറച്ചു നാളും മറിഞ്ഞിരിക്കും, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് വില്ലൻ ആ വിൻഡ്മോറിനെ പറഞ്ഞുവിടാം. അയാൾ പോയി കഴിയുമ്പോൾ അഡ്വൈസർ വില്ലനോട് പറയും, അരൻസ്കിയെ പോലെ തന്നെ ഈ വിൻഡ്മോറിനും വില്ലനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് നാളെ അവൻ നമുക്കെതിരെ തിരിഞ്ഞാലോ, ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് അഡ്വൈസർ പറയും. അത് കേട്ട വില്ലൻ, വിണ്ടൻ അങ്ങനെ മറ്റുള്ളവരെ പോലെയല്ല, അവൻ വിശ്വാസിയാ, എനിക്ക് അവനിൽ സംശയമില്ല എന്ന് പറയും. അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോ ജൂലിയ പറഞ്ഞ ഇവരുടെ ആ പോലീസ് ഗ്യാരേജിലേക്ക് പോകുന്നു. അവിടെ ഒരു പുതിയ പെണ്ണാണ് ഈ മെക്കാനിക് പണികളൊക്കെ ചെയ്യുന്നത്. ആ പെൺകുട്ടിയെ കാണുമ്പോൾ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടും. നിന്നെപ്പോലൊരു അനുജൻ എനിക്കുണ്ടായിരുന്നു എന്ന് ഹീറോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കാർ എവിടെയാണെന്ന് ഹീറോ ചോദിക്കും. ഈ പെൺകുട്ടി ഒരു നീല കളർ അൽപൈൻ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ ഇതല്ല എൻ്റെ കാറ്, എൻ്റെ കാർ R21 ആണെന്ന് ഹീറോ പറയാണ്. അത് കേട്ട ആ പെൺകുട്ടി, ആ കാറൊക്കെ എപ്പോഴേ നശിച്ചു പോയല്ലോ, ഞാനത് ജങ്ക്യാർഡിന് കൊടുത്തു എന്ന് പറയും. ഉടനെ ഹീറോ, എനിക്ക് ആ ജങ്ക്യാർഡിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഈ അൽപൈൻ കാറും എടുത്ത് പുറപ്പെടുക. കൂടെ തന്നെ ആ പെൺകുട്ടിയുണ്ട്. ഈ നേരത്ത് ജൂലിയ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട് നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവൾ അതിൽ അതിശയിച്ചിരിക്കുക. ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് കുറച്ചു നേരം നമ്മുടെ പെണ്ണ് റെസ്റ്റ് ചെയ്യായിരിക്കും. ആ സമയത്താണ് ഹീറോയ്ക്ക് ഇവിടെ അവന്റെ പഴയ R21 തിരിച്ചു കിട്ടുക. അത് ചുളുക്കി ഒടുക്കി ചളുങ്ങിയ അവസ്ഥയിലായിരിക്കും. ഇനി ഒരിക്കലും അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോഴായിരിക്കും ആ ജങ്ക്യാർഡിലെ ചേട്ടൻ പറയുക, ഈ കാറിന് എന്താണ് ഇത്ര പ്രത്യേകത, നിങ്ങൾക്ക് മുന്നേ ഈ കാർ അന്വേഷിച്ച് മറ്റൊരാളും കൂടെ വന്നിരുന്നു, അയാൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ആ വണ്ടിയിലെ കീ ലോക്കറ്റ് മാത്രം കൊടുത്തു, പുള്ളി അതും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്,
ഇത് കേട്ട ഹീറോ ചോദിക്കും, ആരാണ് വന്നിരുന്നത്, എവിടുന്നാണ് വന്നിട്ടുള്ളതെന്ന്. ജങ്ക്യാർഡിലെ ചേട്ടൻ പറയാ, ആരാണെന്നറിയില്ല, നിങ്ങളെക്കാളും ഒരടി പൊക്കമുണ്ട്, ജർമ്മൻ ബൈക്കുമായിട്ടാണ് അയാൾ ഇങ്ങോട്ട് വന്നത്, എവിടേക്കാണ് പോയെന്നറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയും, എന്റെ കയ്യിൽ നിന്ന് ഒരു റെനോൾട്ട് വാനും വാങ്ങിച്ചിട്ടാണ് പുള്ളി പോയത്, കുടുംബത്തെ കൊണ്ടുപോകാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട ഉടനെ ഹീറോയ്ക്ക് മനസ്സിലായി, അരൻസ്കിയാണ് ഇവിടെ വന്ന ആ മനുഷ്യൻ. അവൻ ഉടനെ ജൂലിയെ വിളിച്ച്, അരൻസ്കി തിരികെ എത്തിയിട്ടുണ്ട് ജൂലിയ, അവൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കുടുംബത്തെ കാണാനായിരിക്കും, ഞാൻ സ്റ്റെല്ലയുടെ അടുത്തേക്ക് പോവാണ്, നീയും അങ്ങോട്ട് വായോന്നും പറഞ്ഞ് ഹീറോ കാർ എടുത്ത് പുറപ്പെടും. ജൂലിയയും അങ്ങോട്ട് പുറപ്പെട്ടു വരുന്നുണ്ട്. ഈ നേരം അരൻസ്കി ചെന്ന് സ്റ്റെല്ലയെ കാണുന്നു. അവളൊന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. കുഞ്ഞെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, കുഞ്ഞിവിടെ ഇല്ല, കുഞ്ഞിനെ ഞാൻ നിന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്ങോട്ടോ ഓടിപ്പോയി, ഞങ്ങൾ മരിച്ചോന്ന് പോലും അന്വേഷിക്കാതെ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചോ? നീയും ഞങ്ങളുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ല, നിന്റെ കൂടെ ഇനിയും ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിന്റെ കുഞ്ഞിനോട് നിനക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ പോലീസിന് പിടികൊടുക്കുക, ശിക്ഷ ഏറ്റുവാങ്ങ്, അത് കഴിഞ്ഞു വാ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഇത് കേട്ട് അരൻസ്കി പറയും, പോലീസിന് പിടി കൊടുത്താൽ കൊടുത്ത ഉടനെ അവരെന്നെ കൊന്നുകളയും, നിനക്കതറിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല. അരൻസ്കി ഇതും പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ വിൻഡ് മോറൻ ദൂരെ നിന്ന് അവനെ വെടിവെക്കുന്നു. അരൻസ്കി ഉടനെ ഭാര്യയെ വീടിനകത്തേക്ക് ഓടിപ്പോകാൻ പറയും. എന്നിട്ട് ഇവൻ തിരിച്ച് വിൻഡ് ക്യാപ്റ്റനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കവേ അരൻസ്കി അവന്റെ കാറും എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആയി പോകും. പുറകെ തന്നെ വില്ലനും പോകുന്നുണ്ട്. ഈ നേരം ഹീറോ പോലീസ് വോക്കി ടോക്കി കൂടെ സ്റ്റെല്ലയുടെ വീടിന്റെ ഭാഗത്ത് 2 പേര് പരസ്പരം ഷൂട്ട് ചെയ്ത് കാറുമായി രക്ഷപ്പെടുന്നു എന്ന ന്യൂസ് കേൾക്കും. ആ കാറുകൾ പോയ സ്ഥലത്തേക്ക് തന്നെ ഹീറോയും അവന്റെ വണ്ടി ഓടിച്ചു പോവാണ്. ഈ നേരത്ത് അരൻസ്കി കാർ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നേരെ ബസ്സിനകത്തേക്ക് കയറും, സബ്വേ ബസ്സിനകത്തേക്ക്. അപ്പൊ വിൻഡ് മോറൻ അവനും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവനും വന്ന് ഈ ബസ്സിനകത്തേക്ക് തന്നെ കയറുന്നുണ്ട്. കയറിയ ഉടനെ കത്തിയുമായി 2 പേരും തമ്മിൽ ഫൈറ്റ്, പൊരിഞ്ഞടി നടക്കുക ബസ്സിൽ. ഈ സമയത്ത് ഹീറോ ആ സ്ഥലത്തേക്ക് ചീറിപ്പാഞ്ഞെത്തും. അടുത്ത സ്റ്റോപ്പിൽ ഈ ബസ് നിർത്തി. ബസ്സിൽ ബാക്കിയുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം പേടിച്ച് ചെതറി ഓടുകയായിരിക്കും. അപ്പോഴാണ് ഹീറോയുടെ എൻട്രി. ഓൾറെഡി 2 പേര് തമ്മിൽ ഫൈറ്റാ. അതിനിടയിലേക്ക് ഹീറോയും വന്ന് കയറുന്നു. മെല്ലെ ബസ്സിന്റെ ഡോർ അടയാണ്. ഇപ്പൊ 3 പേരും തമ്മിൽ പരസ്പരാട്ടി, പൊരിഞ്ഞടി. അതിൽ ഹീറോ തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അവൻ അരൻസ്കിയെ പൊക്കിയെടുത്ത് ബസ്സിന് വെളിയിലേക്ക് വലിച്ചെറിയും. അത് കഴിഞ്ഞ് വിൻഡ് മോറനുമായിട്ട് പൊരിഞ്ഞടി. ഈ നേരത്തെ അരൻസ്കി കയ്യിൽ കിട്ടിയ ഒരു ബൈക്കുമായി അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. ഹീറോ വിട്ടുകൊടുക്കാതെ പുറകെ തന്നെ അവന്റെ അൽപൈൻ കാറുമായിട്ട് അവനെ പിടിക്കാൻ വേണ്ടി പോകും. ആ നേരം വിൻഡ് മോറൻ അരൻസ്കിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബാഗുമായി അവന്റെ ഗുണ്ടകളോടൊപ്പം അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇപ്പൊ ഹീറോ അരൻസ്കിയെ ഫോളോ ചെയ്ത് പോകുന്നത് നമ്മുടെ ജൂലിയെ മനസ്സിലാക്കും. എന്നിട്ട് ജൂലിയയും പുറകെ ചെല്ലുന്നുണ്ട്. ബൈക്കും കാറൊക്കെ തമ്മിൽ പൊരിഞ്ഞ ചേസിങ്ങാ. ഹോളിവുഡുകാരന്മാർ ഇത് കണ്ടുപിടിക്കണം, ഫ്രഞ്ച് എത്രത്തോളം ആക്ഷനിൽ മുന്നിലുണ്ടെന്ന്. നമ്മളെന്നാണോ ഇങ്ങനെയൊക്കെ പടമെടുക്കാൻ പോകുന്നത്? ജയ് ബാലയ്യ. ഒരു ജംഗ്ഷനിൽ വെച്ച് 2 ട്രക്കുകളുടെ ഇടയിലൂടെ അവന്റെ ബൈക്ക് രക്ഷപ്പെടും. ഹീറോയിന്റെ കാറും അതിനിടയിലൂടെ രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഹീറോ ഈ ട്രക്കുകളുടെ ഇടയിൽപ്പെട്ട് അവന്റെ കാറിന്റെ 2 വശവും ഇടിച്ച് ചിന്ന ഭിന്നായി പോകും. ഭാഗ്യത്തിന് കാറിന്റെ നടുഭാഗം ബാക്കിയുള്ളതുകൊണ്ട് ഹീറോയ്ക്ക് മാത്രം ഉയിര് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവൻ ആ ഉയിരും വെച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ മിഴിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ജൂലിയ ചേച്ചി ഈ ബൈക്കിനെ പിടിവിടാതെ തുരത്തി പോകുന്നു. അടിപൊളി ചേസിംഗ് ആണ് അവളുടെ കുട്ടി കാറും കൊണ്ട്. പോയി ഒരു കുറ്റിക്കാടിനടുത്തെത്തുമ്പോൾ ബൈക്ക് മാത്രമേ ഉള്ളൂ, ആളെ കാണുന്നില്ല. അരൻസ്കി എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. ഇവളുടനെ അവളെ ക്യാപ്റ്റനെ വിളിച്ച്, അരൻസ്കിയെ കാണുന്നില്ല, ഈ കാടിനകത്ത് തന്നെ ഉണ്ടാവും, നിങ്ങൾ ബാക്കപ്പിനുടനെ ആളെ അയക്കൂന്ന് പറയും. ഇതും പറഞ്ഞ് തിരിയുമ്പോഴേക്കും അരൻസ്കി തോക്കുമായി നമ്മുടെ ജൂലിയനെ പിടിച്ചു കഴിഞ്ഞു. കട്ട് ചെയ്താൽ ഹീറോ സ്റ്റേഷനിലേക്ക് വരുമ്പം പോലീസുകാർ സ്റ്റെല്ലയെ ചോദ്യം ചെയ്യുന്നുണ്ടാവും. പോലീസുകാരെയൊക്കെ ചീത്ത പറഞ്ഞ് പുറത്താക്കിയിട്ട് ഹീറോ കുഞ്ഞെവിടെയാണെന്ന് സ്റ്റെല്ലയോട് ചോദിക്കുകയാണ്. കുഞ്ഞിപ്പോ അവൾ അമ്മയുടെ വീട്ടിലാണ്. അരൻസ്കിക്ക് എന്തായാലും ഞാൻ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നില്ല, അവന്റെ കൂടെ എന്തായാലും ഞാൻ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ പോലീസുകാർ വിശ്വസിക്കുന്നില്ല. എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നിനക്കറിയാലോ, അത് അവർ വിശ്വസിക്കുന്നില്ല. ഇത് കേട്ട് ഹീറോ പറയും, നീ പേടിക്കണ്ട, നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം, നിന്നെ ഈ കേസിൽ അവർ ഉപദ്രവിക്കില്ല, നിനക്ക് ആരുമില്ലെന്ന് വിചാരിക്കണ്ട, നിനക്ക് ഞാനുണ്ടല്ലോ. അത് കേട്ട് സ്റ്റെല്ല പറയും, ജൂലിയയ്ക്ക് വേണ്ടി ജയിലിൽ പോകുന്നതിന് മുന്നേ നീ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ഞങ്ങളെപ്പറ്റി നീ ആലോചിക്കേണ്ട ആവശ്യമില്ല, ദയവേതൊന്ന് പോയി തരൂ. സോ ഇപ്പൊ സ്റ്റെല്ലയുടെ മനസ്സിൽ ഹീറോയ്ക്ക് സ്ഥാനമില്ല എന്നാണ് സാരം. കുഴപ്പമില്ല, അതാണ് അതിൻ്റെ ഒരു ശരി. ഇനി വില്ലനെ കാണിച്ചാൽ വില്ലൻ വന്ന് നമ്മുടെ വിൻഡ് മോറനുമായിട്ട് സംസാരിക്കുകയാണ്. നീ പറഞ്ഞത് സത്യമായിരുന്നു, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അതായത് അരൻസ്കി ജീവനോടെ ഉണ്ടെന്ന് ഇവ നേരത്തെ പറഞ്ഞില്ലേ, അത് വില്ലൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ വില്ലൻ അത് മനസ്സിലായി. അരൻസ്കിയെ ജീവനോടെ വിടരുത്, അവനെ പിടിക്കണം, അതിന്റെ ചുമതല ഇനി നിനക്കുള്ളതാണ്. അവൻ ഇനി എവിടേക്കാണ് പോവാന്ന് നമുക്കറിയാം. അവനൊരൊറ്റ രക്ഷ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതാരാണെന്ന് വെച്ചാൽ നമ്മുടെ ലേഡി പോലീസ് ക്യാപ്റ്റൻ. ലേഡി ക്യാപ്റ്റനെ ജൂലിയെ ഫോൺ വിളിച്ച് ക്യാപ്റ്റനെ മാത്രം തനിച്ചൊരു ഗാരേജിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാൻ വേണ്ടി ലേഡി ക്യാപ്റ്റൻ ആ ഗാരേജിലേക്ക് വരും. അപ്പൊ അവിടെ അരൻസ്കിയാണ് ഉണ്ടാവുക. അരൻസ്കി ആയിരുന്നു ജൂലിയെ വെച്ച് ലേഡി ക്യാപ്റ്റനെ വിളിച്ചത്.